ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പതിപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ഈ കിളികളുടെ ശബ്ദം ഇതെല്ലാം കേട്ട് ആസ്വദിച്ച്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ എഴുന്നേറ്റ് നോക്കി നിൽക്കോട്ടെ പുറത്തേക്ക്. അപ്പോൾ ഈ ഓണമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇത്തിരി ഹാങ് ഓവർ, ആ ഒരു ആഘോഷങ്ങളുടെ ആ ഒരു ഹാങ് ഓവറിൽ, അതുപോലെ തന്നെ പോക്കറ്റെല്ലാം ഒരുവിധം എല്ലാവരുടെയും കാലിയായിട്ടുണ്ടാകാൻ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടക്കുന്നത് നമ്മളുടെ ഈ ഒരു ഓണം സീസണിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഓഫറിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്, കാരണം ഈ ബോണസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു മാസമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്നത് ആ സമയത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ റോജർ രാവിലെ ഇൻഫോ പാർക്കിലേക്ക് പോയതാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഇൻഫോ പാർക്കിൽ പോയിട്ട് അവൻ്റെ ആ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് പോയ ആദ്യത്തെ ദിവസമാണ് കാണിച്ചത്. പക്ഷേ ലാപ്ടോപ്പ് വീണ്ടും കേടായിട്ട് അവന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ലാപ്ടോപ്പ് കൊണ്ടുപോകാതെ തന്നെയാണ് ഇത്തവണയും അവൻ തിരിച്ചു പോയേക്കണം. അതുകൊണ്ട് തന്നെ വീണ്ടും വരണം ഇനി ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോജർ പോയ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നത്തെ അതിന് കാണിക്കുന്നത്, ഞാനും പപ്പയും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിറങ്ങുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടാകും. അത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ലൈറ്റ് മാസ് ഉണ്ടായിരുന്നു, അതിന് ഞാനും പപ്പയും കൂടി പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10 മണിക്ക് പോയിട്ട് പിന്നെ 1 മണിക്കാണ് തിരിച്ച് വന്നേക്കണത്. ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നേക്കണത്. അപ്പോൾ വരണ വഴിക്ക് 2 സോഡ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കറിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കറിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബർഗറും ചിക്കൻ റോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് അത് 6 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കൊണ്ടുവന്നത് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചായയുടെ ഒപ്പം കൊടുക്കാമല്ല ഇവർക്കെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാൽ, പക്ഷേ അവർക്ക് അതിപ്പോൾ തന്നെ കഴിക്കണം, ചോറ് പിന്നെ കഴിച്ചാൽ മതി എന്നായി. അങ്ങനെ ഞാൻ ഏതായാലും ഈ സോഡ മേടിച്ചത് നമ്മുടെ നന്നാറി സിറപ്പ് വെച്ചിട്ട് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന വഴി തന്നെ ഉടുപ്പൊന്നും മാറാതെ തന്നെ നിന്നിട്ട് അവർക്ക് അതെല്ലാം എടുത്ത് കൊടുത്ത് ഈ സർബത്തൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. അന്ന് ഉണ്ടാക്കി വെച്ചിട്ട് സോഡ ഇല്ല എന്നുള്ള പേരിൽ അതവിടെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവന് സോഡ മേക്കർ മേടിച്ചിട്ട് നമുക്ക് സോഡ അടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണേ. അവന് സോഡ മേക്കർ മേടിക്കണ്ട, കാരണം അത് ഇവിടെ ഒന്നാമത് വെക്കാൻ സ്ഥലമില്ല. പിന്നെ അത് അലമാരയുടെ അകത്ത് കയറ്റി വെച്ചിട്ട് ആവശ്യ സമയത്ത് വലിച്ച് പുറത്തെടുത്ത് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അവിടേക്ക് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ മേടിപ്പിക്കാത്തതാണ് കേട്ടോ സോഡ മേക്കർ. സോഡ മേക്കറിന് അധികം വില ഒന്നുമില്ല, പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കുന്ന ഒരു സാധനം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തൊട്ടടുത്ത കടയിൽ നിന്ന് 2 സോഡ മേടിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ 2 സോഡ ഞാൻ മേടിച്ചിട്ട് വന്ന് അതെല്ലാവർക്കും ഒക്കെ കൊടുത്ത്, പപ്പ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പപ്പക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോഡയിൽ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അങ്ങനെ ലഞ്ച് സമയത്ത് അവർ ഈ ബർഗറൊക്കെ കഴിച്ച്, പിന്നെ അവർ വൈകുന്നേരത്തെ ചായയുടെ സമയത്താണ് ഉച്ചക്കുള്ള ചോറുണ്ടത് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് 2 തരത്തിലുള്ള ചിക്കൻ കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ടാണ് കഴിച്ചത്. കാരണം തലേ ദിവസത്തെ ചോറ് ഒരുപാട് ബാക്കിയുണ്ടായതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല. ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് കറിയൊന്നും വെക്കണ്ട മമ്മി, പോയിക്കോ, ഞങ്ങൾ കറിയൊക്കെ മേടിച്ച് കഴിച്ചോളാം. അപ്പോൾ വൈകുന്നേരം എന്ന് പറയുമ്പോഴത്തേക്കും ഡിന്നറിന് പിന്നെ ഒന്നുമില്ല, ചോറില്ല, ഉച്ചക്ക് തീർന്നില്ല. പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഡോഗ് വീണ്ടും പുറത്ത് വന്നിട്ടുണ്ട്. അത് ആ ഒരു ഡോഗ് മാത്രം, അത് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങൾ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നതും കറികളെല്ലാം കൂടിയിട്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും വരണുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്ന്, വേറൊരു ഡോഗും ഇല്ല, അത് ഒറ്റക്കാണ് വരണത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ചോറൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ റോജർ പറഞ്ഞ് അവൻ അവിടെ ബാംഗ്ലൂർ ഒറ്റക്ക് വെക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ട്, ഞാനത് വെക്കാം മമ്മി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ചിക്കനൊന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ചിക്കൻ കറി ബാക്കി 2 തരത്തിലുണ്ട്, അത് കഴിക്കാം ചപ്പാത്തിയുടെ കൂട്ടത്തിലെന്ന് വിചാരിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുക. പക്ഷേ അവനപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേഗം തന്നെ പോയിട്ട് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറ്റി കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളെടുത്ത് വെച്ചേക്കുന്നതില്ലേ, അതിൻ്റെ അകത്ത് അവനിട്ടേക്കണത് മുളക് പൊടിയാണ് കൂടുതലിട്ടേക്കണത്, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഇട്ടിട്ടുള്ളവൻ. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ 4 പൊടികൾ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വെച്ചത്. അപ്പോൾ ആദ്യം അവൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ആ പൊടികളും ചേർത്തിട്ട് വഴറ്റിയിട്ട് പിന്നെ 2 തക്കാളി എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്.
ഒരു തക്കാളിയാണെന്ന് തോന്നുന്നത്, ഒരു തക്കാളി, ഒരു വലിയൊരു തക്കാളി ഇട്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ചിക്കൻ വെള്ളം ഒഴിക്കാതെ തന്നെ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. റിച്ചാർഡിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. റിച്ചാർഡ് ഇവിടെ വെക്കണ ചിക്കൻ കറിയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അവന് ഇത്തിരി സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറികളെ കഴിക്കുള്ളൂ. നമ്മുടെ നാടൻ ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇവൻ വെച്ച ഈ ചിക്കൻ കറി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ ഇത് അധികമായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം കഴിച്ചപ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ റിച്ചാർഡ് വിചാരിച്ചത് കറി ഒട്ടും നന്നായിരിക്കില്ല, അതുകൊണ്ട് അവൻ മേടിച്ച് വെച്ച കറി കൂട്ടിയിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ച് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കറി റെഡിയായി വന്നത്. എങ്കിലും അവനൊരു കുറച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴേക്കും അവൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, നിനക്ക് നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഞാനും കഴിക്കാനെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ എടുത്തേക്കുന്നതേ. ഇതെന്ത് സാധനമാണ്? കപ്പ് വഞ്ചിയുടെ സാധനമാണ്. വഞ്ചിയാ? ബോട്ട്. വഞ്ചി. ഓ വലിച്ചു പറിക്ക്. അതെ അതെ, അവനൊക്കെ അൺബോക്സ് ചെയ്യാൻ അറിയാം. അതെനിക്കുള്ള എന്ത് സാധനമാണിത്? ഇത് ഇതുപോലത്തെ ഒരു സാധനം മനസ്സിലായി. പക്ഷെ അത് തുറന്നു വെക്ക്, ഒരു സാധനം ഉണ്ട് എന്റെ അടുത്ത്. അത് തുറക്ക്. വേറെ പെട്ടിയാ, അതിനൊരു പൈസ പെട്ടിയുടെ അകത്ത് വേറെ പെട്ടിയാണ്. ഇത് പൊട്ടിക്കട്ടെ, പൊട്ടിക്കട്ടെ, അവൻ പൊട്ടിക്കട്ടെ, പൊട്ടിക്കട്ടെ. അവന് അറിയാ അൺബോക്സ് ചെയ്യാൻ. എവിടെയുണ്ട് പൊട്ടിക്കാൻ? ഇത് തുറക്കാനാ. തുറക്കാനുണ്ടോ? ഓ മാഗ്നറ്റിക് കേസാ. മാഗ്നറ്റിക് ആണ്, സ്റ്റിക്കർ അല്ലേ? യെസ്, അത് ചെയ്തു തന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത്ര നേരം കഴിഞ്ഞപ്പോ അത് അവൻ സ്വന്തമായിട്ട് എടുത്തോളഞ്ഞല്ലേ. എന്തേ കേൾക്കണം? എന്റെ പേര്. പേരാ കാണാൻ പറ്റുന്നുണ്ടാ? എനിക്ക് കണ്ണടക്കത്തോണ്ട് കാണുന്നുണ്ട്. അതെന്ത് കോടാണ്? അത് തിരിച്ചു വായിച്ചാലേ പറ്റുള്ളൂ. ബെല്ലമാണ് അത്. കോഡഡ് ബെല്ലം. ബെല്ലം. കളിയാക്കി പറഞ്ഞു. അയ്യോ അയ്യോ. റയൻ 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 എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് റയന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കണ്ടത് കേട്ടോ, ഒരു എയർപോഡ്. പിന്നെ ഞാൻ നമ്മുടെ ഓണത്തിന് സെറ്റ് മുണ്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കോടിയായിട്ട് 2 വീനക്കിൻ്റെ കോഡ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് ഒരെണ്ണം ഇങ്ങനെ ഡിസൈൻ ഉള്ളതും ഒരെണ്ണം സോളിഡ് കളറുമാണ് വന്നത്. രണ്ടും പഴന്തുണി പോലെ ഇരുന്ന് വെച്ചത്. 500 രൂപ എടുത്ത് വില വരുന്നുണ്ട്. രണ്ടും പഴന്തുണി പോലെ. ഇത് കണ്ടില്ലേ ഈ ഒരു കോലത്തിൽ ഇത് വന്നത്. എനിക്ക് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ്, പക്ഷേ ഇങ്ങനെയാണ് ഇരുന്ന് വെച്ചത്. അങ്ങനെ രണ്ടും ഞാൻ തിരിച്ചു കൊടുത്തിട്ടാ. രണ്ടും എടുത്തില്ല. രണ്ടും പഴന്തുണി പോലെ ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ ഇരുന്ന് വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തേട്ടാ. പിന്നെ ഈ ഓണത്തിൻ്റെ തലേദിവസമേ നമ്മുടെ റൂബിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആള് വല്ലാതെ കിടന്ന് ഒരു കരച്ചിൽ, ഈ കോഴിക്കുഞ്ഞൊക്കെ കരയില്ലേ, കീ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കരച്ചിൽ. പിന്നെ ശരീരമൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കണം, കല്ല് പോലെ ആകണം. ഞങ്ങളാകെ പേടിച്ച് പോയി. ഡോക്ടേഴ്സിനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സ് ഇല്ല. ഉത്രാടം നാളല്ലേ, അന്നത്തെ ദിവസം തന്നെ ആയിരുന്നു ഞങ്ങൾ ഇത് സോൾട്ടിൽ പോയത്. അപ്പോൾ സോൾട്ടിൽ പോകണത് ക്യാൻസൽ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറിന് വെറുതെ ഒന്ന്, രാജേഷ് ഡോക്ടറിന് ഇവിടെ നോക്കുന്ന ഡോക്ടർ ആലപ്പുഴയിലാണല്ലോ ഇപ്പം. അപ്പോൾ അന്നൊന്നും ഒരു സ്ഥലത്തും ഡോക്ടേഴ്സ് ഇല്ല. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഡോക്ടേഴ്സൊക്കെ കുറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ പ്രൈവറ്റ് വെറ്റിനറി ഹോസ്പിറ്റലൊന്നും ഇല്ല, കുറച്ച് ദൂരെയൊക്കെയാണ്. അപ്പോൾ അത്രയും ദൂരത്തൊന്നും ഇവിടെ കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഡോക്ടറിനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് വിട്ട് ഈ സിംറ്റംസ് പറഞ്ഞ് ഇന്ന പോലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് പറഞ്ഞു തന്ന്. അങ്ങനെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, വേഗം പോയിട്ട് ഞങ്ങൾ മരുന്ന് മേടിച്ചിട്ട് വന്നു കേട്ടോ. അത് ഈ 2 മരുന്നാണ് എഴുതുന്നത്. അത് കഴിച്ചതാ റൂബിയുടെ അസുഖം പമ്പ കിടന്നു കേട്ടോ. ഒരു പ്രശ്നം 6 ദിവസത്തേക്ക് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അസുഖം ഇരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ ദിവസം ലേറ്റ് ആയിട്ടാണ് സാധനം വന്നത് കേട്ടോ. ഇപ്പോൾ ഏതായാലും വന്ന് 2 കിലോ അരിപ്പൊടി മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിന് 48 രൂപയാണ് കേട്ടോ. അതുപോലെ 2 എണ്ണം
പിന്നെ ആശീർവാദിൻ്റെ ആട്ട 2 എണ്ണം, 2 കിലോ പഞ്ചസാരയൊക്കെ തീർന്നു. ഇപ്പോൾ ചായക്ക് മധുരമില്ലാഞ്ഞിട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് അത് എടുത്തിട്ടത്. പിന്നെ അതേ കടല, നമ്മൾ ഓണത്തിന് എടുക്കാൻ വെച്ച കടലേക്ക് ഇപ്പോഴാണ് വന്നത്. പിന്നെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഇത് പീനട്ട് ഉണ്ട്, സ്പൈസി കോട്ടഡ് പീനട്ട് 1 കിലോ ഉണ്ട്. അതിൻ്റെ വില 190 രൂപയാണ് കേട്ടോ. 1 കിലോ ഭയങ്കര ലാഭമാണിത് ശരിക്കും. വെറുതെ പച്ചക്കപ്പലണ്ടിക്ക് തന്നെ അത്ര വിലയുണ്ട്. ഇത് കോട്ടഡ് പീനട്ട്സാണിത്. നല്ല ടേസ്റ്റുള്ളതാണ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് 190 ആണ് കേട്ടോ. പിന്നെ അതേ റിച്ചാർഡിന് വേണ്ടിയാണ് എടുത്താണ് ഡാർക്ക് ഫാൻറ്റസി, അതിന് 78 രൂപയാണ് കേട്ടോ. 11 എണ്ണം ഉണ്ട്, 12 ഇൻഡിവിജ്വൽ പാക്സ് ഇൻസൈഡ്. അപ്പോൾ അതാണ്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ഹൈഡ് ആൻഡ് സീക്ക്, ഇതും റിച്ചാർഡിന് വേണ്ടി മേടിച്ചാണ് ഞാൻ. പിന്നെ അതേ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ഇത് 2 എണ്ണത്തിൻ്റെ 80 ഗ്രാമിൻ്റെ 2 എണ്ണം. ഞാൻ ഇപ്പോൾ ചെറുതാണ് മേടിക്കണം, കാരണം വേഗം നമുക്ക് മാറ്റാം. മറ്റേതാകുമ്പോഴേ അവിടെ ഇരുന്ന് ഒരുപാട് പഴകിയാണ് മാറ്റണം, അതുകൊണ്ടാണ് ഇപ്പോൾ ചെറുത് മേടിക്കണത്. പിന്നെ ഒരു നിബിൾസ് മസാല എന്നും പറഞ്ഞിട്ട് ചുമ്മാ ഒരു സാധനം. പിന്നെ അതിന് കിട്ടിയതാണ് ഈ പഞ്ചസാര. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര തീർന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഇപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൊട്ടിച്ചെടുത്ത്. അപ്പോൾ ഇത് 1 രൂപക്ക് കിട്ടിയത്, ഇത്തരം സാധനങ്ങൾ മേടിച്ചപ്പോൾ 1 രൂപ കിട്ടിയത്. അപ്പോൾ 2-3 ദിവസം വീഡിയോ ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഓണ വൈബ് പിന്നെ വീട്ടിലില്ല. ഇന്ന് ഓണത്തിൻ്റെ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം തുടച്ച് ഒക്കെ എടുക്കണേണ്. തലേദിവസം നമ്മൾ രാത്രി അടിച്ചിട്ടിട്ട് കിടക്കണതല്ല, രാവിലെ എഴുന്നേറ്റിട്ട് വേഗം കൊണ്ട് തുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തിരുവോണ ദിവസമാണ്. രാവിലെ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾക്ക് ഒരു ഓണത്തിൻ്റെതായ ഒരു ദിവസമാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഓണത്തിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സൺഡേ ആണ്. അപ്പോൾ ഇതിൽ ബീഫ് ഇരുന്ന് വെച്ചെടുത്തിട്ട് ഒരു ബീഫ് കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വളരെ കുറച്ചേ ഉള്ളൂ, അതെടുത്തിട്ട് ബീഫ് കറി വെക്കാം. രാത്രിയാകുമ്പോൾ റോജർ പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അവന് ഇത്തിരി ബീഫ് കറിയൊക്കെ ഉച്ചക്ക് കഴിക്കട്ടെ, ഇനി പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് ഇനി വയറ് അസ്വസ്ഥമാകണ്ട വണ്ടി കയറി കഴിയുമ്പോഴേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ രാവിലെ ചോറും ബീഫ് കറിയൊക്കെ തന്നെ. പിന്നെ പച്ചക്കറി ഒരുപാടുണ്ട് ഫ്രിഡ്ജിൽ, നമ്മളന്ന് ഓണത്തിന് വെച്ചതെല്ലാം കറികളുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് അത്യാവശ്യം എടുത്തിട്ട്, എല്ലാമല്ല ഒരു 2-3 തരം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതും ഈ ബീഫ് കറിയൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ റിച്ചാർഡ് ബീഫ് കഴിക്കാത്ത സ്ഥിതിക്ക് ഈ പച്ചക്കറി എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ പോകാം. അങ്ങനെ ഷീറ്റ് മാറ്റലും അലക്കലും വിരിക്കലും കഴുകലും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൺഡേ അല്ലേ, മൺഡേ റിച്ചാർഡിന് കോഴ്സിന് പോകേണ്ട ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ബുക്സുകൾ, ടെക്സ്റ്റ് ബുക്കുകളില്ലേ, അതെല്ലാം നമ്മൾ ഈ സമയത്ത് മാത്രം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം സ്റ്റോറേജ് പ്ലേസിലൊക്കെ പപ്പ എടുത്ത് ബാഗിലൊക്കെ ആക്കി വെച്ചേക്കണേ. അപ്പോൾ പണ്ട് ഇതുപോലെ പപ്പ ഇങ്ങനെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വലിയ വലിയ ബുക്കുകൾ എപ്പോഴും ഇങ്ങനെ റെഫറേമെല്ലാം ചെയ്യണം. ഇപ്പോൾ പിന്നെ പപ്പയുടെ പഠനവും ജോലിയെല്ലാം തീർന്ന് സമാധാനം വീട്ടിൽ നിൽക്കണേ. പണ്ട് ഇതുപോലെ ഈ നമ്മുടെ ഇപ്പോൾ റയനും റിച്ചാർഡും പഠിക്കാനൊക്കെ ഓടി നടക്കുന്ന പോലെ തന്നെയാണ് ഇരുന്ന് പപ്പയും. അപ്പോൾ അന്ന് ഈ ബുക്കുകൾ വെക്കാനായിട്ടൊരു ഷെൽഫ് നമ്മൾ പണിയിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷെൽഫിൽ പപ്പയുടെ പഠനമൊക്കെ തീർന്നപ്പോഴത്തേക്ക് ആ ബുക്കെല്ലാം മാറ്റിയിട്ട് ഞാൻ അതിനകത്തേക്ക് തുണികളാണ് നിറച്ച് വെച്ചേക്കണത്. നമ്മുടെ റോജർ ഇരുന്ന് ജോലി ചെയ്യുന്ന റൂമിലൊരു ചെറിയൊരു അലമാരിയില്ലേ, മറ്റേ ഇരുമ്പിൻ്റെ, അത് ഈ ബുക്ക് ഷെൽഫായിട്ട് മേടിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പം അതിനകത്ത് ബുക്കൊന്നുമല്ല, എൻ്റെ ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെയാണ് അതിനകത്ത് ഞാൻ കയറ്റി വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്ക് വെക്കാനായിട്ടൊരു ഷെൽഫില്ലാതെ ഇനിയും ഒരു ഷെൽഫ് പണിയിക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ കുട്ടികളായിട്ട് തന്നെയും ഇപ്പോൾ ഈ മെർച്ചൻ്റ് നേവിയുടെ ഈ കോഴ്സിൻ്റെ ബുക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ കുട്ടികൾക്കാണ്. പപ്പടം അത് കഴിഞ്ഞല്ല. അപ്പോൾ കുട്ടികൾക്ക് അന്ന് അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ഡ്രസ്സുകളെല്ലാം കയറ്റി വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഡ്രസ്സുകളെല്ലാം പുറത്തിട്ടാൽ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഇത് വല്ലപ്പോഴും മാത്രം എടുക്കുന്ന ഈ ബുക്സുകൾ ഏതായാലും സ്റ്റോറേജ് പ്ലേസിലേക്ക് ആക്കാം. ഡ്രസ്സുകൾ സ്റ്റോറേജ് പ്ലേസിലാക്കി നമുക്ക് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബുക്സ് വല്ലപ്പോഴും എടുക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഈ
കോഴ്സിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ഷെൽഫിൽ വെച്ച ബുക്സ് എല്ലാം കൂടി പൊക്കിയെടുത്ത് മോളിൽ കയറ്റി വെച്ചേക്കണേ. ഇനിയിപ്പോൾ അതെല്ലാം തപ്പിയെടുക്കണം. പിന്നെ ഈ പുറത്ത് 2 പെട്ടിയൊക്കെ ഇരിക്കണില്ല, അതിനകത്തൊക്കെ ബുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റയനും കൂടി നിന്നിട്ട് റിച്ചാർഡിന് വേണ്ട ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയെടുക്കണേണ്. പിന്നെ മോളിൽ അപ്പോൾ ഞാനിത് തുണി വിരിക്കണ സമയത്ത് അവർ അവിടെ വന്ന് ഒരുപാട് തമാശ അഭിനയമൊക്കെയാണ് കാണിക്കണത് കേട്ടോ. അതൊക്കെ കണ്ട് ചിരിച്ച് നിന്ന് അങ്ങനെ ആ ഒരു ഇതൊക്കെ അവർ പഠിക്കുന്ന ആ ഒരു സ്കെയിലിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ തമാശയൊക്കെ കാണിക്കണേ. അപ്പോൾ തുണി ഞാൻ കുറേ വിരിക്കുന്നുണ്ട്, കുറേ എടുത്ത് മടക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കൊണ്ടുപോയി മടക്കണം. അങ്ങനെ ഞാൻ മടക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ എടുത്ത് ബെഡ്റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ ലാഡറൊക്കെ വെച്ച് അനിയനും ചേട്ടനും കൂടിയിട്ട് മോളിൽ വെച്ചേക്കുന്ന ബുക്കിൻ്റെ വലിയ വലിയ ബാഗുകളൊക്കെ എടുത്ത് താഴെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഇങ്ങനെയുള്ള ബാഗുകളിലാക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചേക്കണത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഷെൽഫ് വേണ്ടേ എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ഷെൽഫ് പണിച്ച് എവിടെ കൊണ്ടുപോയി വെക്കും ഇതെല്ലാം കൂടി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണത്. എല്ലായിടത്തും ഓരോ അലമാരികൾ വെച്ച് കഴിയുമ്പോൾ നിറഞ്ഞ് എല്ലായിടത്തും. അങ്ങനെ മുകളിലെ ആ ഒരു ഹോളാണ് ഇനി ആകെ ഉള്ളത്, ഒരു അലമാരി വെക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെയും ആകെ തിങ്ങി നിൽക്കണേണ്. അതുകൊണ്ട് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെൽഫൊന്നും പണിയാതെ നിൽക്കണേന് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ അവിടെ ബുക്സ് എല്ലാം എടുത്ത് വെക്കണുണ്ട്. പിറ്റേ ദിവസം രാവിലെ റിച്ചാർഡിന് പോകണമില്ല, ഒരു 6:30 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം അവന് 6:30 മണിക്ക് നമ്മളുടെ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വണ്ടി കയറിയിട്ട് കലൂര് പോയി ഇറങ്ങണം. കലൂരാണ് കോളേജ് വണ്ടി ഉള്ളത്. ആ കോളേജ് വണ്ടിക്കകത്ത് ബസ്സിൽ കയറിയിട്ടാണ് കാക്കനാടേക്ക് അവർ എല്ലാവരെയും കൂടി കൊണ്ടുപോകണം. പിന്നെ ചിലവർ അവരുടെ സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത് എല്ലാ ദിവസവും വരെയും പോവുകയും ചെയ്യും. അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ റിച്ചാർഡ് അങ്ങനെ ഡ്രൈവ് ചെയ്യണതിനോട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ ബസ്സിൽ കയറി പോണത്. എല്ലാ ദിവസമൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണത് വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ട്രാഫിക്കാണ് തിരിച്ചു വരുമ്പോഴേക്ക്. അതൊക്കെ കൊണ്ടാണ് അവൻ അങ്ങനെ വണ്ടി എടുക്കാത്തത്. പിന്നെ റിച്ചാർഡ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള പ്ലാൻ ഏകദേശം പൊളിഞ്ഞ് നിൽക്കുകയാണ്. കാരണം നമ്മളെ ഒരു 1.5-2 മാസം മുൻപായിരുന്നു ഇവൻ്റെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അതായത് ക്യാമ്പസിൻ്റെ അകത്തുള്ള ഹോസ്റ്റൽ, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കലൂർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റയനും റിച്ചാർഡും കൂടി പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാ സ്ഥലത്തും ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നേരത്തെ തന്നെ ഫില്ലാണ്. അപ്പോൾ അവർ പറഞ്ഞത് 4-5 മാസം മുൻപ് തന്നെ ആളുകൾ ബുക്ക് ചെയ്ത് ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും പണി കിട്ടി. പിന്നെ കലൂർ ഇവരുടെ കോളേജ് വണ്ടി വരുമല്ല, ആ ഒരു സ്ഥലത്ത് അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഹോം സ്റ്റേ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും എല്ലാം ഫില്ലാണ്. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ കുറച്ച് പേര് പോകും, ആ സമയത്ത് കയറാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയണത്. അത് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. കാരണം പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ നോക്കിക്കണത്. അത് എല്ലാവരും നമ്മളെ അറിയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പണി റിച്ചാർഡിന് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാക്കനാടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായി പോകണം. കാരണം 7 മണിക്ക് കലൂർ അവിടെ ബസ് വരും. അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കലൂർ വരെ ഏകദേശം 3/4 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5:30 മണിക്ക് എഴുന്നേറ്റ് റെഡിയായാലേ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 6:30 മണിക്ക് ഇറങ്ങിയാലേ അവിടെ 7 മണിയോടുകൂടി എത്തുള്ളൂ കലൂർ. അവിടെ നിന്നാണ് കോളേജ് വണ്ടിക്ക് കാക്കനാടേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാ സ്റ്റുഡൻസും നിൽക്കും, ആ കാക്കനാട് വണ്ടിയിൽ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഇല്ലാതെ നേരിട്ട് ഡ്രൈവ് ചെയ്ത് സ്വന്തം വീട്ടിൽ നിന്ന് കാക്കനാട് കോളേജിലേക്ക് പോകുന്നവരും ഉണ്ട്, അത് വേറെ ഇത്. അപ്പോൾ ഒന്നാമത് ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർ എല്ലാവരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കിവിടെ അടുത്താണ്, കുഴപ്പമില്ല. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെയാണ് അത്യാവശ്യം അവർക്ക് വീട്ടിലേക്ക് പോകാനേ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് ഹോസ്റ്റൽ കൂടുതൽ അത്യാവശ്യം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടേക്കണം. നമ്മൾക്കിത് അത്രയും നേരത്തെ ബുക്ക് ചെയ്യണമെന്നുള്ളതും അറിയാൻ പാടില്ല ഇനി. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കലൂർ എവിടെയെങ്കിലും താമസ സൗകര്യം ഉണ്ടെങ്കിൽ അപ്പോഴും റിച്ചാർഡിന് ഒരു 6:45 കൂടി എഴുന്നേറ്റാലും മതി. ഇവിടെ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പോകുന്നത് ഒരു 5:30 മണിക്ക് എഴുന്നേറ്റ് കാലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉറക്കം കുറച്ച് പോകും. പിന്നെ ആണെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും ഒരു 7:30 മണിയാകും. അവിടെയാണെന്നുണ്ടെങ്കിൽ കോളേജ് വിട്ട ഉടനെ പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യാമല്ലോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും. പക്ഷേ ഇതൊന്നും നടന്നില്ല. ഇപ്പോൾ ഡെയിലി പോയി വരേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ ഇനി പോകാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് റിച്ചാർഡ് കിടക്കുന്നത്. അപ്പോൾ ഷൂസ് എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അത് രണ്ടാമത് ലേസൊക്കെ ഇടണേന് കേട്ടോ. റയൻ പിന്നെ എല്ലാവരെയും കൂടി ഇരുന്ന് ഹെൽപ്പ് ചെയ്തോളല്ലോ. അപ്പോൾ അവനും അങ്ങനെ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്യണേണ്. പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന്
ചായയും പിന്നെ എന്താണ് കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡ് ബീഫ് കറി ഇതൊക്കെ കൂട്ടിയിട്ട് റോജർ കഴിച്ചായിരുന്നു കേട്ടോ. റോജർ സാധാരണ പോകുമ്പോൾ ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്നിപ്പോൾ 8:30 മണിക്ക് ഇറങ്ങണത്, അതുകൊണ്ട് ഇത്തിരി ബീഫും ബ്രെഡും കൂട്ടിയിട്ട് കഴിച്ച്, അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ടാണ്. പിന്നെ അവനൊന്നും കൊണ്ടുപോകണില്ലല്ലോ, ചിപ്സും ശർക്കര ഉപ്പേരിയൊക്കെയാണ് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ അവൻ ഇതേ പോകാൻ ഇറങ്ങി. വണ്ടി എവിടെയാണ് വരണതെന്ന് അറിയില്ല, ഏത് വഴിയിലേക്ക്. നമുക്കിവിടെ പാരലൽ റോഡാണല്ലോ നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഏത് വഴിയിൽ വരുമോ എന്നുള്ളത് നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എവിടെയാണ് വരണമെന്ന് അറിയില്ല. പപ്പ അങ്ങനെ നോക്കി നിൽക്കണേണ്, വണ്ടി എവിടെയാണ് വരണതെന്ന് നോക്കി അങ്ങനെ നിൽക്കണേ. അങ്ങനെ പിന്നെ ആർക്കും ലഗേജ് പൊക്കാനൊന്നുമില്ല, കാരണം ഉള്ള 2 ബാഗ് അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പപ്പ പറഞ്ഞത് അപ്പുറത്ത് വണ്ടി വന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ഒന്ന് വിളിച്ചു നോക്കണേണ്, അവൻ എവിടെയാണ് കിടക്കണം. വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ കിടക്കുന്നുണ്ട്, അതിലേത് വണ്ടിയാണ് നമ്മുടെയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ റോജർ അങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കണേണ് ഏത് സൈഡിലാണ് വന്ന് കിടക്കണേന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ഇതേ അവിടെ അപ്പുറത്തെ വഴിയിൽ വന്ന് കിടപ്പുണ്ട്, ഇങ്ങോട്ടിപ്പോൾ വരുമോ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു സങ്കടമാണ്, എങ്കിലും ഇപ്പോൾ പോയി വന്ന് 2-3 തവണയൊക്കെ പോകുകയും വരെയൊക്കെ ചെയ്യണതുകൊണ്ട് ഒരു സമാധാനം. ആദ്യമൊക്കെ പോയി ഭയങ്കര വിഷമം, ഭയങ്കര ശൂന്യതയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ റയനുണ്ടല്ലോ, റയനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ രാത്രി ആകുന്നേരത്ത് റിച്ചാർഡും എത്തുമല്ല, അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഹാപ്പിയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിലേ നമ്മൾ ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുപ്പകാലത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമേ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഏജ് മാറിപ്പോയി. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും, ഞാൻ കുട്ടികളെടുത്തും പറയും, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒന്ന് നിർത്താൻ ദൈവം അനുവദിക്കില്ല, ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ അങ്ങനെ ദൈവം നിർത്തും എന്നൊക്കെ ഞാൻ പറയും. കാരണം പപ്പനെ കൂടി ഒറ്റയ്ക്ക് കുട്ടികളില്ലാതെ വീട്ടുകാരില്ലാതെയൊക്കെ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം പപ്പ എപ്പോഴും പുറത്ത് തന്നെ ആയിരിക്കുമല്ലോ, നമ്മൾ വല്ലപ്പോഴും കാണുന്നത്. അന്നൊന്നും അത് സഹായിച്ചിട്ടില്ല, ആ ഒരു വിഷമത്തിലാണ് അന്നൊക്കെ ജീവിക്കണത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മക്കളോടൊപ്പം നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മക്കൾ കൂടെ ഇല്ലാതാകണം കണ്ട. അപ്പം നമുക്ക് ഭർത്താവ് കൂടെ, പക്ഷേ അപ്പം നമുക്ക് ഭർത്താവിനല്ല മക്കളെയും എപ്പോഴും കൂടെ വേണ്ട. അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾക്കും. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ മാറ്റിയിട്ടേക്കണായിരുന്നേ. അപ്പോൾ അയാൾക്കും സ്ഥലം അറിയില്ല, അങ്ങനെ മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഓടി അങ്ങനെ വന്നതാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇത് ക്രിസ്മസ് അല്ല, ഓണത്തിൻ്റെ അന്നായതുകൊണ്ടേ ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ അവിടുത്തെ പരിപാടി കാണാനൊക്കെ പോകുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെയൊക്കെ ഇത്തവണ പോകാനേ പറ്റിയില്ല, അത് ഭയങ്കര ഒരു വിഷമമായിട്ട്. അപ്പോൾ റിച്ചാർഡിന് വിഷമമായിട്ട് റിച്ചാർഡ് ഇങ്ങോട്ട് വരണില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കണേണ്. റിച്ചാർഡിന് ഭയങ്കര വിഷമമുള്ള ആളാണ് ഇങ്ങനെയുള്ള പോക്ക് വരവൊക്കെ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്, റിച്ചാർഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര വിഷമമാണ്. പപ്പാക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല, റയനൊന്നും അങ്ങനെ പ്രശ്നമില്ല, റോജറിനും അങ്ങനെ പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നിട്ട്. അപ്പോൾ ആ വലിയ ഗ്രൗണ്ടിൽ ഓണത്തിൻ്റെ പരിപാടികളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് കാണാൻ പോകാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകം, നാളെ കാലത്ത് പഠിക്കാൻ പോകണമല്ല എന്നുള്ളൊരു വിഷമം, പിന്നെ റോജർ പോകണ വിഷമം, പിന്നെ റോജറും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാനും റയനും മാത്രമേ ഉള്ളൂ പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പോകാനും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കിയതാണ്, അപ്പുറത്തെ ഗ്രൗണ്ടിൽ. നമ്മുടെ ഈ ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ ശരിയാക്കാനിട്ടേക്കണം, ഇവിടെ പരിപാടികളൊന്നും ഇനി വരില്ല. അപ്പോൾ അവിടെ കണ്ട നല്ല ഭംഗിയാണ്, എല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് ഇരിക്കണേണ്. നമ്മളുടെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ നടന്ന് ഇങ്ങനെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടന്നിങ്ങോട്ട് പോരും. വണ്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമാണ്, പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ നടന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് ദേഹത്തേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ചേട്ടൻ പോയി പൊന്നാ.